ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന പദത്തിന് നമുക്ക് എന്തെന്നാ പറയുക, നിർവചിക്കാനാവാത്ത രീതിയിൽ അർത്ഥങ്ങളുണ്ട് അല്ലേ. അപ്പം അമ്മയ്ക്കും ഉണ്ട് അച്ഛനും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ ദൈവം അറിഞ്ഞു കൊടുത്ത ഒരു കഴിവാണ് ഒരു അമ്മയാവാൻ, ഒരു സ്ത്രീക്ക് അമ്മയാവാനുള്ള കഴിവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊരു വലിയ ആ ഒരു കഴിവ് ദൈവത്തിൻ്റെ ഒരു വരദാനം ആ സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ അതിനേതായ രീതിയിൽ നമ്മൾ പറയണു. അമ്മയും അച്ഛനും ഒരുപോലെ ഒരു കുട്ടിക്ക് ആവശ്യം തന്നെയാണ്. അച്ഛൻ്റെ സ്നേഹം കിട്ടാനും അച്ഛൻ്റെ ലാളന കിട്ടാനും അതുപോലെ തന്നെ മക്കളെയും ഭാര്യയും നോക്കുന്ന അച്ഛൻ്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ രൂപം കൊള്ളുന്ന സമയം മുതൽ നമ്മൾ ഡെലിവറി ആകുന്ന സമയം വരെ ഒരുപാട് കഷ്ടതകൾ അമ്മയ്ക്ക് അനുഭവിക്കാണ്ട്, ഡെലിവറി കഴിഞ്ഞാലും കഷ്ടതകൾ തന്നെയാണ് അല്ലേ. ഉണ്ണിക്ക് നമ്മൾ രാത്രിയും പകലും നമ്മൾ ഉറക്കൊഴിച്ചിരുന്ന് എങ്ങനെയൊക്കെ നമ്മൾ നോക്കി ഉണ്ടാക്കിയിട്ടാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ ആ ഒരു മഹത്തരം, അല്ലെങ്കിൽ ആ ഒരു അമ്മ എന്ന വാക്കിൻ്റെ ആ ഒരു വാക്കിൻ്റെ ഉപമ നമുക്ക് ഒന്നുകൊണ്ടും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ആ ഒരു സ്നേഹം, ആ ഒരു ത്യാഗം എല്ലാം നമ്മൾ ഓരോ സ്ത്രീയും കണ്ടറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അമ്മ ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താകും എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ അമ്മ ഇല്ലെങ്കിലും അച്ഛനില്ലെങ്കിലും ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും അമ്മ ഇല്ലെങ്കിലും ഒരച്ഛൻ, നല്ല ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛന് സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, ഒരു ബുദ്ധിമുട്ടില്ലാതെ മക്കളെ വളർത്തുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ. അപ്പം അല്ലാത്ത അച്ഛന്മാരുണ്ട്, അല്ലാത്ത അമ്മമാരും ഉണ്ട്. അപ്പം നമ്മൾ ആരും അതിൽ പറയാൻ പറ്റില്ല. അച്ഛനും വേറിട്ട് കാണാൻ പറ്റില്ല, അമ്മയും വേറിട്ട് കാണാൻ പറ്റില്ല. പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം അമ്മയാവില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു പോറ്റമ്മയാണെങ്കിൽ പോലും ആ മക്കളോടുള്ള സ്നേഹവും കരുതലും എല്ലാം കണക്കാക്കുമ്പോൾ പ്രസവിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഒരു പ്രസവിച്ച അമ്മയേക്കാൾ, അല്ലെങ്കിൽ ഒരു പെറ്റമ്മയേക്കാൾ പോറ്റമ്മ നന്നായി നോക്കുന്ന മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പറയാനുള്ളൊരു കാരണം വേറൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിൽ പലവിധ രീതിയിലും നമ്മൾ ഓരോ കാഴ്ചകളും കാണുന്നുണ്ട് അല്ലേ. പ്രസവിച്ച് എന്താ പറയുക, അമ്മത്തൊട്ടിയിൽ ഉപേക്ഷിക്കുന്നവരുണ്ട്, റോഡരികിൽ ഉപേക്ഷിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്നാൾ കണ്ടു നമ്മൾ ഹോട്ടൽ മുറിയിൽ അമ്മയും കുഞ്ഞും മരിച്ചത്. കുഞ്ഞിന് ജനിച്ച ശേഷമുള്ള ശുശ്രൂഷ കിട്ടാത്തത് കൊണ്ടാണ് ആ കുഞ്ഞ് മരിച്ചത്. ഇല്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ കുഞ്ഞിനെ ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞ അമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ രീതിയിലുള്ള അമ്മമാരെയും കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലൊരു അമ്മയുടെ കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ സ്ഥലമോ അല്ലെങ്കിൽ പേരോ ഒന്നും പറയണില്ല, കാരണം അധിക നാളായിട്ടില്ല നടന്നിട്ട്. അപ്പോൾ തികച്ചും ഈ രീതിയിൽ നമ്മുടെ വിവാഹപ്രായം എത്തി അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവിവാഹിതകളാകുന്ന അമ്മമാർ, അതുപോലെ ജീവിതത്തിലെ നമ്മുടെ എന്താ പറയുക ഇന്നത്തെ രീതിയിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവരുടെ തെറ്റുകൊണ്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് രീതിയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന സമയത്ത് 2 കുട്ടികളോ 3 കുട്ടികളോ എത്രയോ അവരവരുടെ കുട്ടികളായിട്ട് ഒരു അമ്മയും അച്ഛനും ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ സന്തോഷം കാണാതെ വേറൊരു പുരുഷനെ തേടി പോകുന്ന സ്ത്രീ, ഈ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും വിട്ടിട്ട് വേറൊരു പുരുഷനെ തേടി പോകുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് കേവലം 1 2 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിചയപ്പെട്ടിട്ട് പോകുന്നവരുണ്ട്. ഇവരൊന്നും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭർത്താവും മക്കളായിട്ട് ജീവിക്കുകയാണ്. ഈ ഭർത്താവും മക്കളായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും സുഖങ്ങളായിരിക്കില്ല ഉണ്ടാവുക അല്ലേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പിന്നെ വ്യക്തിപരമായ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. കാരണം വിവാഹം ചെയ്ത വ്യക്തി എങ്ങനെയുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടാനായിട്ട് കൊതിക്കാത്തവരാരും ഉണ്ടാവില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ കൊതിക്കാത്തവരും അത് കിട്ടാനായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാത്തവരും ആരും ഉണ്ടായിരിക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവ് തന്നെയാണ്. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ഭർത്താവിൻ്റെ കൂടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹി കെട്ട് നമ്മൾ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെയും കൊണ്ട് പോകുന്നവരുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ എന്ന് ചിന്തിച്ച് പോകുന്നവരുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മക്കൾ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്തി പോകുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ ചിന്തിക്കണു പിന്നെയും ഭേദമാണ് അമ്മ
അമ്മ എന്ന വാക്കിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പെരുമാറുന്നവരാണെന്ന് പറയാം. പക്ഷെ അമ്മ എന്ന വാക്കിൻ്റെ ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ ഒരു ത്യാഗത്തിൻ്റെ കാര്യത്തിനെ തികച്ചും എന്താ പറയുക പുറന്തള്ളിക്കൊണ്ട് പോകുന്ന ചില അമ്മമാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റോഡരികിൽ ഉപേക്ഷിക്കുന്നവർ, ജനലിൽ കൂടെ നേരത്തെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തികച്ചും തൻ്റെ എന്താ പറയുക വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകളൊക്കെ അങ്ങനെ അവരൊക്കെ നമുക്ക് അമ്മ എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു വാക്കിന് അവർ അർഹരല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ഭർത്താവും 2 മക്കളുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ ചെറുപ്പാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ഭർത്താവ് എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയില്ല. കൂടെ ജീവിക്കുന്നവർക്കേ അറിയുള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്നവരുണ്ട്. ഇല്ലെങ്കിൽ സ്വയം ഒരു ജോലി കണ്ടുപിടിച്ച് തൻ്റെ മക്കളെ നോക്കിയിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് അല്ലേ. അവർക്കൊക്കെ ഒരു ശാപമാണ് ഇതുപോലത്തെ സ്ത്രീകൾ. കാരണം തികച്ചും അവനവൻ്റെ ഒരു വ്യക്തി സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇതിൽ പരം ഇനി വേറെ എന്താ ജീവിതത്തിൽ എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഒരു ലൈഫ് അല്ലേ, ആ ഒരു ജീവിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഈ ഭർത്താവിനെ 2 കുട്ടികൾ ഇട്ടിട്ട് പോയിട്ട് നമ്മൾ വേറൊരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ട് ആ വ്യക്തിയുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞ് എത്രമാത്രം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം നമുക്ക് എത്രമാത്രം സുഖകരമായിരിക്കും എന്നുള്ളത് ചിന്തിക്കുന്നില്ല. അല്പനേരത്തെ ആ ഒരു എന്താ പറയുക ഇഷ്ടം തോന്നിയത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മനസ്സോട് തോന്നിയിട്ടാണല്ലോ അങ്ങനെ പോകുന്നവർ പിന്നീട് അനുഭവിക്കുന്ന ദുരന്തങ്ങളും എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലെ. തിരിച്ച് ആ ഭർത്താവിൻ്റെയും മക്കളുടെ അടുത്തേക്കും തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ എൻ്റെ മക്കളുടെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് ചിന്തിച്ച് തിരിച്ച് കൂടെ കൂട്ടി ജീവിക്കുന്നവരുണ്ട്, ഇല്ല ഞാൻ പറയണില്ല. പക്ഷേ അല്ലാത്ത രീതിയിലുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീ ഞാൻ നടന്നൊരു കാര്യമാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥലമോ പേരോ ഒന്നും ഞാൻ പറയണില്ല. കാരണം ചെറുപ്പക്കാരിയാണ്, ഭർത്താവും 2 മക്കളായിട്ട് ജീവിക്കുന്ന സ്ത്രീക്ക് എന്നും പ്രശ്നങ്ങളാണ്. വേറെ വ്യക്തികളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളായി ഭർത്തൃ വീട്ടിൽ നിന്നും അവരെ പുറത്താക്കി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവരവരുടെ സ്വന്തം വീട്ടിൽ വന്നു നിന്നു. അതുപോലെ അവിടെ വന്നിട്ടും വേറെ ആൾക്കാരായിട്ട് ബന്ധമായി. ഇപ്പോൾ വേറൊരു വ്യക്തിനെ വിവാഹം ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ താൽക്കാലിക ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായ നമുക്ക് മനസ്സിൻ്റെ ഒരു തോന്നലിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതായത് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രസവം സാധാരണയായിട്ട് നിർത്തുന്നവരുണ്ട് അല്ലേ. അങ്ങനെ നിർത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും പോയി വിവാഹം ചെയ്യാത്തൊരു പുരുഷൻ്റെ കൂടെ പോയി ആ പുരുഷനെ ചതിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ പുരുഷനാണെങ്കിൽ തന്നെ ആ പുരുഷൻ്റെ തൻ്റെ കുടുംബം തകർത്തു വേറൊരു പുരുഷൻ്റെ കുടുംബം കൂടി തകർക്കുക, ഒരു വ്യക്തിയുടെ ജീവിതം കൂടി അതായത് ആ ഭാര്യ മക്കളെയും അനാഥരാക്കിയിട്ട് പോവുക. അപ്പം അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥ ഇപ്പം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇവരെയൊക്കെ നമുക്ക് അമ്മ എന്ന് വിളിക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് ആ ഒരു വാക്കിനെ ഇവർ എത്രമാത്രം മാനിക്കുന്നുണ്ട്. ഇവരെക്കാളൊക്കെ എത്രയോ നല്ലതായിരിക്കും ഒരു പോറ്റമ്മ അല്ലേ. എപ്പോഴും 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല എന്നൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തിൽ 10 അമ്മയല്ല 20 അമ്മ ചമഞ്ഞാലും ചിലപ്പോൾ പോറ്റമ്മയുടെ സ്നേഹമോ കരുതലോ ത്യാഗമോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് കേട്ടോ. കാരണം താൻ നൊന്ത് പ്രസവിച്ച താൻ പാലൂട്ടി വളർത്തിയ മക്കളെ അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ടൊരു അമ്മയ്ക്ക് കഴിയുമോ? മനസ്സുള്ളൊരു അമ്മയ്ക്ക് കഴിയില്ല. മനസ്സില്ലാത്തവർ പല രീതിയിലും ചിന്തിക്കും. പക്ഷേ ഇവർ പോയിടത്തും ഇവർക്ക് സുഖം സന്തോഷം ഉണ്ടാവില്ല. കുറച്ച് നാൾ ചിലപ്പോൾ കൂടി വന്ന 1 മാസം അത് കഴിഞ്ഞാൽ എത്രയും നന്നായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പണ്ടിട്ടൊരു 2ാം വിവാഹം ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ചോദിക്കും, നീ എൻ്റെ 2 മക്കളെയും ഞാൻ ഭർത്താവിനെ ഇട്ടിട്ട് എൻ്റെ കൂടെ വന്നത്, അപ്പം നീ എന്നെ ഇട്ടിട്ട് വേറെ ആളുടെ കൂടെ പോവില്ല എന്ന് എന്താ ഉറപ്പെന്ന്. അല്ലെങ്കിൽ ഒരു സംശയരോഗിയായ ഭർത്താവ് വച്ചാൽ പിന്നെ പറയും വേണ്ട. സംശയം രോഗം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ രീതിയിൽ പെരുമാറി തൻ്റെ കൂടെ വന്ന സ്ത്രീനെ തികച്ചും അയാൾക്ക് സംശയമായിരിക്കും. ഇതിലൊന്നും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ താൽക്കാലിക ഒരു തങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അവർ ചിന്തിക്കുന്നില്ല തൻ്റെ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ കുറിച്ചോ. ഇനി ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും വേണ്ടില്ല, ചെറിയ മക്കൾ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത അവർക്കില്ല അല്ലേ. അങ്ങനെ ചിന്തിക്കാത്തവർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല. ഈ രീതിയിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവരുടെ തനിനിറം പുറത്ത് വരും. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമുക്ക് വിചാരം വികാരം മനുഷ്യനാണുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൃഗങ്ങൾക്കില്ല, മനുഷ്യനാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആലോചിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ആ ജീവിതത്തിൽ സംതൃപ്തി കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഭർത്താവിൻ്റെ മാനസികമായ പീഡനം അല്ലെങ്കിൽ ശാരീരികമായ പീഡനം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ സ്വയം ജീവിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാം വിവാഹം തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും അല്ല. ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളുടെ ഫലം എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഒന്നും രണ്ടൊക്കെ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥകളുണ്ട്. അതിലൊന്നും തെറ്റ് പറയല്ല. പക്ഷേ ഈ രീതിയിൽ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവ് ഉണ്ടായിട്ടും വേറെ പുരുഷനെ തേടി പോകുന്ന സ്ത്രീകൾ ഉള്ള അവരുടെ ജീവിതം, അതിന് നമുക്ക് രണ്ടാം വിവാഹത്തിന് അനുകൂലം പറയാൻ പറ്റില്ല. അപ്പം അതൊന്ന് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇവരെയൊക്കെ അമ്മ എന്ന് പറയാൻ പറ്റുമെന്ന്. നമ്മൾ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടേതാണല്ലോ അല്ലേ. അവരെ നമ്മൾ ഒരുപോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കുക. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജീവിതത്തിൽ ഭക്ഷണം ആയിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, ജീവിതത്തിലെ സന്തോഷങ്ങൾ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഒരുപോലെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സുഖം വേറൊരു വീട്ടിൽ പോയാൽ കിട്ടില്ല, ഒരു പെൺകുട്ടിക്ക് പ്രത്യേകിച്ചും. ആൺകുട്ടി വീണ്ടും അവനവൻ്റെ വീട്ടിൽ തന്നെ ജീവിക്കുക, അല്ലെങ്കിൽ ജോലിപരമായിട്ട് വേറെ സ്ഥലങ്ങളിലായിരിക്കാം. പക്ഷേ അവർക്ക് ബാധ്യതകൾ ഒരുപാട് ഉണ്ടായിരിക്കാം, ജീവിത പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ചെറുപ്പത്തിൽ കിട്ടുന്ന സുഖം വലുതാവുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാറ്റി നിർത്തണം ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു പെൺകുട്ടീനെ എപ്പോഴും നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടവളല്ലേ, നീ അങ്ങനെ ജീവിക്കേണ്ടവളല്ലേ, നീ ഇവിടെ ജീവിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് തരം തിരിക്കാതെ തൻ്റെ മക്കളെ ഒരുപോലെ കൊണ്ട് നടന്ന് സ്നേഹിക്കേണ്ട കാര്യങ്ങൾ ഈ അമ്മമാർ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം വേറെ ഒന്നല്ല, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉള്ളൊരു അമ്മ ആ അമ്മയുടെ മകളേനെ ഏത് സമയം വീട്ടിലത്തെ പണികൾ, അതുപോലെ കടകളിൽ പോകേണ്ടത്, ബാക്കി കാര്യങ്ങൾ കണ്ടോടം ചീത്ത പറയാന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞ് കർക്കശമായിട്ട് ആ കുട്ടീനെ വളർത്തിയിട്ട് ജീവിതത്തിൽ ആ കുട്ടിക്ക് സമാധാനം സന്തോഷം കിട്ടിയില്ല ചെറുപ്പകാലങ്ങളിൽ. അതുപോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പം ആ അമ്മയ്ക്ക് എൻ്റെ മകൻ നോക്കും, എനിക്ക് പ്രായമായ എൻ്റെ മകൻ നോക്കും, നീ വേറെ വീട്ടിൽ പോകേണ്ടതാണ്, നീ വേറെ വീട്ടിൽ ജീവിക്കേണ്ടവളാണ് എന്ന് മാറ്റി നിർത്തിയ പെൺകുട്ടീനെ കൊണ്ടാണ് ഉപകാരമുള്ളൂ. ആ അമ്മയ്ക്ക് പ്രായമായി. അപ്പോൾ ആ പ്രായമായപ്പോൾ ഈ പ്രായമായ സമയത്ത് അമ്മയെ നോക്കാനായിട്ട് ആ മകളേ ഉള്ളൂ. പക്ഷെ ചിലവർക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് അടിച്ചമർത്തി അല്ലെങ്കിൽ കർക്കശമായി പെരുമാറി അങ്ങനെ ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സുകൊണ്ട് അവർ വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കാം കേട്ടോ. അങ്ങനെ വൈരാഗ്യബുദ്ധിയോടുകൂടി അങ്ങനെ ആ കുട്ടികളെ തന്നെയാണ് എന്ത് പറഞ്ഞാലും തറുതല പറയുക, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എടുത്തടിച്ച പോലെ പറയുക. അപ്പോൾ അങ്ങനെ ചില കുട്ടികളെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ കുട്ടികളുടെ ദോഷമല്ല, ആ കുട്ടികളെ അവർ വളർത്തുന്നതിൻ്റെ ദോഷമാണ് കേട്ടോ. അങ്ങനെയുണ്ട്, അല്ലാത്ത കുട്ടികളുണ്ട് കേട്ടോ, അതല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്ത് വന്നാലും എനിക്ക് എൻ്റെ മകനുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകന് നല്ല സുഖമായിട്ടിരിക്കണം, അതുകൊണ്ട് മകനെ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോഴും കടകളിൽ വിടാതെയും വീട്ടിൽ നിന്ന് പുറത്ത് വിടാതെയും നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുത്ത് മകൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് തയ്യാറാക്കി കൊടുത്ത് ജീവിപ്പിച്ച അമ്മ അവസാനം ആ അമ്മയ്ക്ക് വേണ്ടി വന്നത് ആ മകളാണ് കേട്ടോ. പക്ഷേ വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കാത്തൊരു മകളായതുകൊണ്ട് ആ അമ്മയ്ക്കൊരു ഭാഗ്യമായി. ആ അമ്മേനെ നന്നായിട്ട് നോക്കി ആ അമ്മയുടെ ജീവിതം അവസാനിച്ചു, കാലം കഴിഞ്ഞു. പക്ഷേ ആ അമ്മയ്ക്ക് അത് അവസാനം ബോധ്യപ്പെട്ടു, തൻ്റെ മകളെ താൻ അത്രമാത്രം ഉപദ്രവിച്ചു അല്ലെങ്കിൽ വേറെ വീട്ടിലേക്ക് പോകേണ്ടതാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പെരുമാറി ജീവിപ്പിച്ചെങ്കിലും കൂടിയിട്ട് ഇന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് എന്നെ നോക്കിയത് എൻ്റെ മകളാണെന്നുള്ള അമ്മയ്ക്കൊരു വിഷമമായി. ആ അമ്മ മകളോട് പറയുകയും ചെയ്തു, നിന്നോട് ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടില്ല, പക്ഷെ എന്നിട്ടും നീ എന്നെ എത്രമാത്രം നന്നായി നോക്കിയിട്ടുണ്ട്. അപ്പം നിന്നെ ഞാൻ അങ്ങനെയൊക്കെ നല്ല അതായത് വേർതിരിവ് കാണിക്കാതെ ഞാൻ നോക്കേണ്ടതായിരുന്നു, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. തെറ്റുപറ്റിപ്പോയി, അത് കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. ആ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിക്കും അത് തിരിച്ചു കിട്ടില്ല, ഈ അമ്മയ്ക്ക് ഇനി അതാ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനും കഴിയില്ല. അപ്പം അമ്മമാരോട് ഒന്നേ പറയുള്ളൂ, തങ്ങൾക്കുണ്ടായ മക്കളെ താങ്കൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ, നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ മക്കളുണ്ടാവണത്, മക്കൾ നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ മക്കൾ ജനിക്കുന്നത്, നമ്മൾ ജനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ നോക്കേണ്ട കർത്തവ്യം അല്ലെങ്കിൽ കടമ നമുക്കുണ്ട്. പ്രായമായ ആ മക്കൾ നമ്മളെ നോക്കേണ്ട കടമ അവർക്കുണ്ട്, അതവർ നോക്കട്ടെ. അപ്പോൾ അതൊക്കെ എന്തോ നമുക്കറിയില്ല, ഓരോരുത്തരും വിധി പോലെ വരും, അങ്ങനെ നമുക്കറിയില്ല. എങ്കിലും നമ്മൾ മക്കളെ നോക്കേണ്ട കടമ, അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ഒരേ രീതിയിൽ കാണേണ്ട അല്ലെങ്കിൽ ഒരേ രീതിയിൽ നമ്മൾ അവരെ
വളർത്തിക്കൊണ്ടുവരേണ്ട കടമയും നമുക്കുണ്ട്. അതിൽ വേർതിരിവ് കാണിക്കരുത്. അത് നമ്മൾ എത്ര നന്നായി നോക്കുന്ന ആൺകുട്ടിയാണെങ്കിലും ചിലപ്പോൾ എത്ര നന്നായി നോക്കിയ പെൺകുട്ടിയാണെങ്കിലും നോക്കേണ്ട മക്കളെ നമ്മളെ നോക്കുള്ളൂ. പക്ഷേ നമ്മൾ മക്കളെ വേർതിരിച്ച് കാണാതെ നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മളായിട്ട് ജനിപ്പിച്ച നമ്മുടെ മക്കളെ നമ്മൾ കരയിപ്പിക്കാതെ വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.